എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1819 ദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് IFPHൽ യുവജനവേദി, അതായത് നമ്മുടെ യുവജനങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അവരുടെ ഉത്കണ്ഠകൾ എന്താണ്, അവർക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ഇതിനകത്ത് പങ്കെടുക്കുന്ന 4 യുവജനങ്ങൾ ഡോക്ടർമാരുണ്ട്. ഒന്ന് മിസ് ജാൻ ജെ മണിത്തോട്ടം, 2ാം വർഷ BHM വിദ്യാർത്ഥിനിയാണ്. ഡോക്ടർ അശ്വിനി ദേവൻ, ദേവൻ ഡോക്ടറെ പരിചിത മുഖമായ ദേവൻ ഡോക്ടറുടെ മകനാണ്. അദ്ദേഹം ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കുലശേഖര സൗസർജനാണ്. 3ാമത് ഡോക്ടർ റോയ് തോമസ്, MD 1ാം വർഷം, അതേ കോളേജിൽ തന്നെയാണ്. 4ാമത്തെ സൗവർണിക, ഫസ്റ്റ് ഇയർ BHMS 1ാം വർഷം. ഇത്രയും പേരാണ് പങ്കെടുക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കാൻ ചോദിച്ചു കഴിഞ്ഞാല്, നമുക്ക് വളരെ വളരെ വ്യക്തിത്വങ്ങളുള്ള കുറെ ഡോക്ടർമാരെ ആവശ്യമാണ്. എല്ലാവരും നല്ല കഴിവുണ്ട്, പക്ഷെ ഒരു ഇൻഹിബിഷൻ എല്ലായിടത്തും നിലനിൽക്കുന്നു. അപ്പൊ അത് മാറിയിട്ട് എങ്ങനെയാണ് ഒരു പൊതുസമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? മാത്രവുമല്ല, ഡോക്ടർമാരും ഇത് വെള്ളവും എണ്ണയും പോലെയാണ്. തിരിച്ചത് മാറി പാലും വെള്ളവും പോലെ ആകണം. അതായത് ഒരിക്കലും വേർതിരിക്കാൻ ഒക്കാത്ത ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ധാരാളം പ്രഗത്ഭന്മാരുള്ള വേദിയാണ്. ഈ വേദി കാണുകയും ഇതിനകത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ഭാവിക്ക് ഗുണമാകും. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ചോദിക്കാൻ അവസരമാകും. അങ്ങനെയൊക്കെയുള്ള പ്രത്യാശയോടുകൂടി തന്നെയാണ് ഈ വേദി തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് 3 സെക്ഷനായിട്ടാണ് നമ്മുടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഒന്ന്, അവരുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്, യുവജനങ്ങൾ എന്ന നിലയ്ക്ക് ഹോമിയോപ്പതിയിൽ അവരെന്താ പ്രതീക്ഷിക്കുന്നത്. 2ാമത്, അവരെന്തെങ്കിലും പ്രതിബന്ധങ്ങൾ കാണുന്നുണ്ടോ, നേരിടുന്നുണ്ടോ എന്നുള്ളതും. 3ാമത്തെ ഘട്ടത്തില്, 3ാമത്തെ ഭാഗം എന്ന് പറയുന്നത് അവർക്ക് എന്ത് സജഷൻസ്, നിർദ്ദേശങ്ങൾ എന്ത് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞ അതേ പേര് ക്രമത്തിൽ വിളിക്കാം. 1ാമത് ജാൻ ജെ മണിത്തോട്ടം. അൺമ്യൂട്ട് ചെയ്യാമോ ജാൻ? ഹലോ സർ. പറയൂ. നിങ്ങളെ പറ്റി കേൾക്കാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ ജാൻ, കോഴിക്കോട് ഹോമിയോ കോളേജിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ്. ഹോമിയോപ്പത്തിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ, ഞാൻ ചെറുപ്പം മുതൽ കണ്ടു വളർന്ന ഒരു സയൻസ് ആണ്. അപ്പോൾ ഒരുപാട് മിറാക്കിൾസ് ചെയ്യാൻ പറ്റുന്ന സയൻസ് ആണ് ഹോമിയോപ്പതി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് അത്രത്തോളം ഒന്നും നമ്മുടെ സൊസൈറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ എന്റെ സ്കൂൾ മേറ്റ്സ് ഒക്കെ ആണെങ്കിൽ, ഞാൻ BHMSനാണ് ജോയിൻ ചെയ്തത്, ഞാൻ BHMS ആണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ BHMSോ അതെന്താ എന്നാണ് കുറെ പേര് എന്നോട് ചോദിച്ചത്. അപ്പൊ നമ്മുടെ ഓരോ ഡിസീസിലും നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റുന്ന ചേഞ്ചസ്, അത് ആൾക്കാർക്ക് എത്രത്തോളം അറിയാം എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. ബിക്കോസ് നമുക്ക് ക്രോണിക് ഡിസീസ് ആണെങ്കിലും അക്യൂട്ട് കേസസ് ആണെങ്കിലും ഒരുപാട് റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. മോഡേൺ മെഡിസിന് ചെയ്യാൻ പറ്റാത്തത് പലതും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് മെഡിസിൻ കറക്റ്റ് പൊട്ടൻസിയിൽ നമുക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബെറ്റർ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ റിസർച്ച് നമ്മുടെ ഹോമിയോ മേഖലയിൽ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അതാണ് വേറൊരു പ്രതീക്ഷ. പിന്നെ ഈ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ ഇപ്പൊ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതിൽ ഇപ്പോഴും കുറെ പേർക്ക് ക്ലാരിറ്റി കുറവാണ്. അല്ലെങ്കിൽ ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ എന്നുള്ള നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഉണ്ട്, ബട്ട് ഇറ്റ്സ് റിയലി കോമ്പറ്റേറ്റീവ്. അപ്പൊ നമുക്ക് ഒരു ഗവൺമെന്റ് സെക്ടറിൽ കയറിപ്പെടാനാണെങ്കിലും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വേഗം നല്ല രീതിയിൽ റിസൾട്ട് വരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം, പുതിയ ഡോക്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഹോമിയോപ്പതിനെ പറ്റിയുള്ള പ്രതീക്ഷകൾ വരുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി ബെറ്റർ ആവാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. പിന്നെ റിസർച്ചിന്റെ കാര്യങ്ങൾ, ഇതൊക്കെയാണ്. ഇനി ബാക്കി പ്രശ്നങ്ങളും സൊല്യൂഷൻസും വരുമ്പോൾ ബാക്കി ഡിസ്കസ് ചെയ്യും. വളരെ നന്ദി. പറഞ്ഞ പോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതിനാണ് എന്റർപ്രൈനർഷിപ്പ് എന്ന് പറയുന്നത്. സംരംഭകത്വം നമുക്ക് ആവശ്യമാണ്. ഹോമിയോപ്പതി കേരളത്തിൽ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ട് ഏതാണ്ട് 100 വർഷം തികയുകയാണ്. എത്രത്തോളം സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, എത്ര പേര് വളർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഗൈഡ് ലൈൻ ഫോളോ ചെയ്യാൻ വ്യക്തികളില്ല എന്നുള്ളതാണ്.
നേരെ മറിച്ച് പ്രൈവറ്റ് അലോപ്പതി സെക്ടറിലും ആയുർവേദത്തിലും അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്, ധാരാളം സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആ രീതിയിലേക്ക് വളരേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് IFA ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഇനിയും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചർച്ച ചെയ്യുക മാത്രമല്ല, പ്രവർത്തിക്കുകയും വേണം. അതിലേക്കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് രണ്ടാമത്തത് ഇത് തമ്മിലുള്ള കോപ്പറേഷനും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ യെസ്, ഓരോ ഡോക്ടേഴ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വേണ്ടത്ര ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. IFPH 1819 ദിവസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ കുറച്ച് പേരെ അറിഞ്ഞിട്ടുള്ളൂ എന്നൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ഒരു വിരൽ ഒരാളിലേക്ക് ചൂണ്ടുമ്പോൾ 3 വിരൽ അവരിലേക്ക് തന്നെ ചൂണ്ടപ്പെടുന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു പക്ഷേ ഹോമിയോപ്പതി രംഗത്ത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. നമുക്ക് രണ്ടാമത്തെ വ്യക്തി ഡോക്ടർ അശ്വിനി ദേവനാണ്. നമുക്കറിയാം, എനിക്ക് ഇത് കേൾക്കുമ്പോ ഇപ്പം ഡോക്ടർ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോ അഭിമന്യുവിന്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ മഹാഭാരത കിളിപ്പാട്ട് അല്ലെങ്കിൽ യശോദേവന്റെ, അതായത് ഞാനൊരു ബാലൻ അശക്തനാണെങ്കിലും മാനിയാമനുടെ താതനെ ഓർക്ക നീ എന്ന് പറയും. ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഫാദർ ഹോമിയോ ഡോക്ടറാണ്. അതുപോലെ ദേവൻ ഡോക്ടർ നമുക്കറിയാം എവിടെ ഇരിപ്പുണ്ട്. മകൻ എന്ത് പറയുന്നു കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട്. ഡോക്ടർ എന്തോന്ന് അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഡോക്ടർമാരാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇവർക്ക് ചെയ്യാൻ പറ്റിയ അവരെ മക്കളെ അതിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദേവൻ ഡോക്ടറെയും ജെയിംസ് മണിത്തോട്ടം ഡോക്ടറെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, നമസ്കരിക്കുകയാണ്. അടുത്ത ആളുണ്ടോ? അശ്വിനി ദേവൻ, ജോൺ ചേട്ടനോ? ദേവൻ ഡോക്ടർ, ഓക്കെ, ഇപ്പോഴാണ് ജോയിൻ ചെയ്യാൻ തോന്നുന്നല്ലേ. ഓക്കെ, സംസാരിക്കാമോ? ഹലോ, നമസ്കാരം. കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. നമസ്കാരം. ഞാൻ അശ്വിനി ദേവൻ. ഞാൻ ശാരദാ കൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ ഇന്റേൺ ആണ്. ആൻഡ് മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ അച്ഛൻ ഡോക്ടർ ദേവരാജ് ആൻഡ് അമ്മ ഓൾസോ ഡോക്ടർ CL രാജേശ്വരി, രണ്ടുപേരും ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ആണ്. സോ ഇതിലെല്ലാം ഉപരി എല്ലാവരും പറയുന്നൊരിതാണ്, ഞാൻ തുടക്കം എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പറയുന്നൊരിതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിക്ക് തുടങ്ങേണ്ട സെക്ഷൻ തുടങ്ങുന്നത് തന്നെ എനിക്ക് പറയാനുള്ള എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. കാരണം എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അപ്പൻഡിസൈറ്റിസ് എന്ന് പറഞ്ഞൊരു മെഡിസിനോ അല്ലെങ്കിൽ എന്തൊരു രോഗം വന്നപ്പോഴേക്കും എൻ്റെ അച്ഛൻ തന്നെ ഒരു സർജറി ഇല്ലാതെ തന്നെ എനിക്ക് മെഡിസിൻ കൊടുത്ത് തന്നെ മാറ്റി എന്നുള്ളത് തന്നെയായിരുന്നു. എനിക്ക് ഹോമിയോപ്പതിയിൽ കുഞ്ഞാളൊരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. സോ അത് തന്നെ എനിക്കൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം അച്ഛൻ പേഷ്യൻസ് നോക്കുന്നത് മാത്രമല്ല, എനിക്കായിട്ട് തന്നെ ആ ഒരു ആ ഒരു ഡിസീസ് തന്നെ മൊത്തത്തിലായിട്ട് ക്യൂർ ചെയ്യാൻ അച്ഛൻ്റെ ഒരു മെഡിസിൻസ് കൊണ്ട് മാറ്റി, സർജറി ഒന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല, പൂർണ്ണമായിട്ട് നല്ലപോലെ മാറ്റം ഉണ്ടായി എന്നതിന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. സോ ഇവിടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളായിരുന്നു. സോ ഞാൻ കൂടുതലും എൻ്റെ ഫ്രണ്ട്സിനോട് തന്നെ, വിദ്യാർത്ഥികളോട് തന്നെ, ജൂനിയേഴ്സ് ആവട്ടെ സീനിയേഴ്സ് ആവട്ടെ, ഞാൻ എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് ഹോമിയോപ്പതിക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ പുറത്ത് വളരെയധികം കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസീസ് കണ്ടീഷൻ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പത്തോളജി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ആവട്ടെ, അത് എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻ, ചിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോപ്പതി കഴിഞ്ഞ് ആയുർവേദം കഴിഞ്ഞ് തേർഡ് ഒരു ട്രീറ്റ്മെന്റിലേക്ക് നോക്കുമ്പോഴാണ് ഹോമിയോപ്പതിയിലേക്ക് നോക്കുന്നത്. സോ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും അതിൽ കുറച്ചും കൂടെ എക്സ്പോഷർ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു വരണമെന്നാണ് കൂടുതൽ എല്ലാവരും സജസ്റ്റ് ചെയ്തത്. പിന്നെ സജസ്റ്റ് ചെയ്ത സംഭവം എന്ന് പറയുന്നത് ഇൻ ജനറൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മെറ്റിന് മേടിക്കാന്നൊരു സംഭവമുണ്ട്. മെറ്റിന് മേടിക്കുന്ന സംഭവം ഞാൻ അധികം ഒരു കുറ്റം പറയില്ല. എല്ലാവരും ചുമ്മാ വന്ന് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് അതേപടി എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപടി ആ വേർഡ്സ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെ ഗ്രാസ്പ് ചെയ്യണമെന്നില്ല. കാരണം എല്ലാവരും ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഇൻഡിവിജ്വലിനെയും എല്ലാവരും സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്. സോ ടു ട്രീറ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റീസ്, ഒരാൾക്ക് നമ്മൾ അതേപോലെ കൺസിഡറേഷൻ കൊടുത്ത് ചെയ്യണം. സോ എല്ലാവരോടും വന്ന് മെറ്റിന് മണിക്കാട് ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ കുറച്ചും കൂടെ
എന്താ പറയാ ലൈവ്ലി ആയിട്ടുള്ള ക്ലാസ്സുകൾ, അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചും കൂടെ ഡ്രഗ്സ്, കാരണം 10-200 പരം അപ്പുറം ഡ്രഗ്സ് ഹോമിയോപ്പതിക് മെഡിസിൻസ് ഉണ്ട്. സോ ഇത്രയെല്ലാം മെഡിസിൻസ് മെമ്മറൈസ് ചെയ്തതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടെ ഡെവലപ്പ് ആക്കാൻ വേണ്ടി ആ ഒരു സെഗ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റിമെമ്പർ ദ ഫാക്ട് ദാറ്റ് ഈ മെഡിസിൻസിന്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ലൈവ്ലി ആയിട്ടുള്ള, കുറച്ചും കൂടെ എന്താ പറയാ ഈ ഡ്രഗ്സ് എല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഒരു ഇതുണ്ട്. അത് ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞുതരാം. കാരണം ഞാൻ സൈലീഷ്യ എന്ന് പറഞ്ഞ ഡ്രഗ് ചെയ്തായിരുന്നു. അതൊരു സെമിനാർ പോലെ ഞാൻ ചെയ്തായിരുന്നു. സോ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇത് ഇപ്പൊ സൈലീഷ്യയുടെ ഒരു ഇതുണ്ട്, വെർട്ടിഗോ ടു എന്താ ഇൻഗ്രൈൻ ട്യൂവേഴ്സിലേക്ക് ഒരു സൈഡിലേക്ക് വീഴുന്നു എന്ന രീതിയിലുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സൈലീഷ്യക്ക് വേറെ ഉണ്ട് ബെറ്റർ റാപ്പിംഗ് അപ്പ് ആൻഡ് വൈൽ ലൈയിങ് ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ഇതെല്ലാം ലൈക്ക് എന്താ പറയുക, ഒരു പിക്ചർ റെപ്രസെന്റേഷൻസ് വഴി എല്ലാ ഡ്രഗ്സും കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് തലയിൽ കയറണം. കാരണം ഒരു മൂവി, പിള്ളേർക്ക് ഇപ്പൊ തന്നെ ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ അതിലെ സീൻസ് എല്ലാം വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. സോ ഓരോ ഡ്രഗ്സും ഓരോ മൂവി സീൻസ് ആയിട്ട്. ഇപ്പോ സൈലീഷ്യയുടെ വേറൊരു സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവേർഷൻ ടു ഡേ ലൈറ്റ്, എസ്പെഷ്യലി സൺലൈറ്റ്. ഇതെല്ലാം തന്നെ ഞാൻ ഇതെല്ലാം തന്നെ ഒരു മീമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നല്ലെങ്കിൽ എന്താ പറയുക, ഒരു PPT പ്രസന്റേഷൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആരും ഇങ്ങനെ ഒരു മൂവി ക്ലിപ്പോ, വളരെ കുറച്ചധികം പേര് ഫാക്കൽറ്റീസ് മാത്രമേ എന്തെങ്കിലും മൂവി ക്ലിപ്സോ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് സിംറ്റംസ് കുറച്ചും കൂടെ എന്താ വൈഡറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടപ്പോൾ കുറെ പേർക്ക് കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്യുന്നത്. കാരണം സൈലീഷ് ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും ഈ റിലേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് കുറെ പേർക്ക് കുറച്ചും കൂടെ എന്താ പറയാ മനസ്സിലാക്കാനും അത് ഓർത്ത് വെക്കാനും കുറച്ചും കൂടെ നല്ലൊരു തോന്നി. പിന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, കൂടുതലും തിയറട്ടിക്കൽ അല്ലാണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് അപ്രോച്ച് ആണ്. ശബ്ദകൃഷിയിൽ നല്ലൊരു നടക്കുന്നുണ്ട്, അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ ഇതുണ്ട്. എന്നാലും കുറെ എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡയഗ്നോസിസ് എന്ന് പറയുന്ന സംഭവം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഡയഗ്നോസിസ് ഫാക്ടർ കൂടുന്നതിനും അതെല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻസിന് പോകാനും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ പറയാൻ പെട്ടെന്ന് ഒരു ഓർത്തു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസസ് ആയിട്ട് തന്നെ, എമർജൻസി കേസസ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ അക്യൂട്ട് കേസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. കാര്യങ്ങളെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്തിൽ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു അക്യൂട്ട് കേസ്, ഇപ്പൊ ഒരു ഹെഡേക്ക് ആയിട്ട് വരുന്ന ഒരാൾക്ക് അവിടെ ഇരുന്നിട്ട് മെന്റൽസ് യൂറിൻ പോകുന്ന നോർമൽ ആണോ, അല്ലെങ്കിൽ ജനറൽസ് എല്ലാം തന്നെ പോകുന്ന നോർമൽ ആണോ, അദ്ദേഹത്തിന്റെ മെന്റൽ ഹിസ്റ്ററി അതെല്ലാം തന്നെ നോക്കാണ്ട് കൂടുതലും എന്താ പറയാ ഒരു അക്യൂട്ട്ലി എങ്ങനെയാണോ എത്ര ഇതാണ്. കാരണം പേഷ്യൻസിന് ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ തന്നെ കുറവാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ക്ഷമ എന്ന് പറഞ്ഞ സംഭവം ഇല്ല. സോ അതോളം മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പെട്ടെന്ന് ഇങ്ങനത്തെ കേസസ് പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് വിടാനുള്ള ഒരു, അല്ലെങ്കിൽ പെട്ടെന്ന് കേസസ് എടുത്തിട്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇത് കാണിക്കണം. അത് കുറച്ചും കൂടെ ഇംപ്ലിമെന്റ് ചെയ്ത് വരുന്നുള്ളൂ. എല്ലാവരും ഇൻ ഡീറ്റെയിൽ ഈ ഹെഡേക്ക് ആയിട്ട് വരുന്ന ആൾക്ക് തന്നെ ഇൻ ഡീറ്റെയിൽ പാസ്റ്റ് ഹിസ്റ്ററിയും അതിന്റെ ഫാമിലി ഹിസ്റ്ററിയും ചോദിച്ച് അത്രയും ടൈം വേസ്റ്റ് ചെയ്യാതെ കുറച്ചും കൂടെ, ഇപ്പൊ ക്രോണിക് എടുക്കുകയാണെങ്കിൽ ശരിയാണ് കുറച്ചും കൂടെ ഇതാണ്. പക്ഷെ അക്യൂട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മള് എപ്പോഴും ആ ഒരു ഡിസീസ് കണ്ടീഷൻ ഒരു അക്യൂട്ട് ആൻഡ് ഓൺസെറ്റ് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് വിടുന്നു, അത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്തതിന് കുറച്ചും കൂടെ എന്താ പറയാ ഒരു ഇത് കിട്ടും. ഇപ്പൊ ഹോമിയോപ്പതി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവരും സമയം എടുത്ത് ട്രീറ്റ് ചെയ്യേണ്ട ഒരു പരിപാടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ്. സംഭവം ഹോളിസ്റ്റിക് ആണ്, കാര്യമാണ്. ബട്ട് ഈ ഒരു അക്യൂട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ മാത്രം അത് ചെയ്യണമെന്ന് വ്യക്തമാക്കുന്നു. ഇത്രയാണ് എനിക്കിപ്പോൾ ലൈക്ക് എന്താ പറയാ സ്റ്റുഡൻസ് എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും തോന്നുന്നത്. അത് എന്തായാലും വളരെ ഇന്റലിജന്റ് ആയിട്ട് തന്നെ അശ്വിനി അതിനെ കൈകാര്യം ചെയ്തു. കാരണം മറ്റുള്ളവരുടെ അഭിപ്രായം കൂടെ ചോദിച്ചു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ദേവൻ ഡോക്ടറെ മകനാകുമ്പോൾ എന്തായാലും വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഉറപ്പുണ്ട്. അശ്വിനി ദേവന്റെ പേരിട്ടതിനുള്ള രസകരമാണ്. കാരണം എന്ന് വെച്ചാൽ ആയുർവേദത്തിന്റെ ഒരു ലീനിയേജ് എങ്ങനെയാണ് പറയുന്നത്, ബ്രഹ്മാവിൽ നിന്നും ദക്ഷനിലേക്കും, ദക്ഷനിൽ നിന്ന് അശ്വിനി ദേവന്മാരിലേക്കും, അവർ ആത്രേയ മുനിമാൻ, അഗ്നിവേശാദ്യർ, ഇങ്ങനെയാണ് വന്നത്. അപ്പൊ ആ ഒരു സീക്വൻസ് ആയിരിക്കാം ഒരുപക്ഷെ അശ്വിനി ദേവൻ ഒരു ഡോക്ടറെ മകന് പേരിട്ടെന്ന് തോന്നുന്നു. വളരെ രസകരമാണ്, നന്നായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒന്ന് എക്സ്പോഷർ കുറവാണ്, ശരിയാണ്. നമ്പർ ഓഫ് കേസസ് കുറവാണ്. മാത്രമല്ല ഒരു ഇഗ്നൈറ്റഡ് ബ്രെയിനാക്കി മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ നിന്ന് ആ ഒരു കുറ്റി കെട്ടിയിട്ട പശുവിനെ പോലല്ല, കൂടുതൽ വിശാലമായ ലോകത്തെക്കുറിച്ച് കാണാനോ
സ്വപ്നം കാണാനോ കഴിയാത്ത ഒരു ലെവൽ ശാരദാക്ഷിന്റെ കുറെ വ്യത്യാസമുണ്ട്. കാരണം പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ, ധാരാളം ആൾക്കാർ ഈ പ്രൊഫഷനുമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും നല്ല ഇന്റലിജന്റ് ടോക്ക് അവർ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം ഉണ്ടാകും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം എനിക്ക് 100 അല്ല 101% യോജിപ്പാണ്. മെറ്റീരിയൽ മെഡിക്കയുടെ ഒരു പഠനം അത് വളരെ എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാല് അത് ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന വിഷയത്തെ ഒട്ടും എന്താ പറയാൻ വളരെ തൃണവൽഗണിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ്. അതെല്ലാം തിയറിയാണ്. ശരിക്കും മെറ്റീരിയൽ മെഡിക്കൽ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ ഓർഗനോൺ എക്സ്പേർട്ട് ആയാലും മാത്രമേ പഠിപ്പിക്കാൻ കഴിയൂ. അത് നടക്കുന്നില്ല എന്നുള്ള സത്യമാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഡോക്ടർ MB ആര്യ എന്ന ഡോക്ടറുണ്ട്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആര്യയിൽ പഠിപ്പിക്കാൻ അഗ്രഗണ്യ സാറാണ്. നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു BHMS വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ട്. ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നപ്പോൾ അനുഭവമാണ്. ഒരു മാഡം ഇങ്ങോട്ട് വരുന്നു, ബോർഡിൽ ചോക്കോട്ട് എഴുതുന്നു, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് നക്സോമിക്ക. അപ്പൊ ഇതെന്താണെന്ന് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ വാക്കാണ്. എനിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേട്ടിട്ടുണ്ട്, ഈ നക്സോമിക്ക എന്തോ സാധനം. ഇപ്പൊ നക്സോമിക്ക എന്താണെന്നോ മെഡിസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പറയാതെ നേരെ തുടങ്ങുകയാണ്. ഈ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് കണക്ക് അത് മാറിയിട്ട് കളം മാറ്റി പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ബുദ്ധിമുട്ടാകും. നല്ലൊരു നിർദ്ദേശമാണത്. പിന്നെ ഈ നേരത്തെ അവസാനം പറഞ്ഞ അതായത് ഈ അക്യൂട്ട് കേസ് മോസ്റ്റ് പ്രോബിൾ എക്സൈറ്റിംഗ് കോസ് അതാണല്ലോ നമ്മൾ നോക്കേണ്ടതാണല്ലോ. ഇനി നോക്കുന്നില്ലെങ്കിൽ അത് ഹോമിയോപ്പതിയുടെ കുഴപ്പമില്ല, നോക്കാത്തൊരു കുഴപ്പമാണ്. എപ്പോഴും അത് തന്നെയാണ്. പെട്ടെന്ന് മരുന്ന് കൊടുക്കുക കഴിയും. പിന്നെ ഈ എല്ലാ ആശുപത്രികളിലും നമ്മൾ പറഞ്ഞ പോലെ ഒരു എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം അത്യാവശ്യമാണ്. അതില്ലാത്തത് കുട്ടികളെ ബാധിക്കുന്നുണ്ട്. നമുക്ക് മൂന്നാമത്തെ ആളിലേക്ക് പോകും. ഡോക്ടർ റോയ് തോമസ്. ഡോക്ടർ റോയ് തോമസ്. നമസ്കാരം സർ. നമസ്കാരം. താങ്കൾക്ക് എന്താ പറയൂ. ഞാൻ ശാരദകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ PG ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ഏതിലാണ് PG? ഓർഗനോൺ സർ. വെരി ഗുഡ്. പറയൂ. സാറിപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഹോമിയോപ്പതിനെ കുറിച്ച് ഇപ്പോ ജനങ്ങൾക്കിടയിൽ കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അശ്വിനി പറഞ്ഞ പോലെ ഈ കേസ് ടേക്കിംഗ് ഭയങ്കര ലോങ് ആണ്. അപ്പോൾ നമ്മൾ അക്യൂട്ട് കേസസിന് ഡീറ്റെയിൽ ആയിട്ട് അത്രയും ആവശ്യമില്ല കേസ് ടേക്കിംഗ്. പിന്നെ ക്രോണിക്കിനാണ് കൂടുതൽ കേസ് ടേക്കിംഗ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ കേസ് ടേക്കിംഗ് കുറച്ചും കൂടി ഒരു ഓർഗനൈസ്ഡ് ഒരു മാനറിൽ ആയ എല്ലാവരും കേസ് അങ്ങനെ എടുത്താൽ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ആദ്യം ജനറൽ സിംറ്റംസ് ഒക്കെ ചോദിക്കുക, സ്ലീപ്പ്, അപ്പറ്റൈറ്റ്, തേഴ്സ്റ്റ്, പിന്നെ അതുപോലെ പിന്നെ അത് ഫോളോഡ് ബൈ മെയിൻ കംപ്ലൈന്റ്. പിന്നെ ഇപ്പോൾ പേഷ്യന്റ് പിന്നെ ഫോളോ അപ്പിൽ വരുമ്പോൾ മുമ്പ് ചോദിച്ചത് എല്ലാം അതുപോലെ തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാതെ ജസ്റ്റ് മെയിൻ സിംറ്റംസ് ചേഞ്ച് ചെയ്തോ, മെയിൻ സിംറ്റംസ് എങ്ങനെയുണ്ട് അങ്ങനെ മാത്രം ചോദിക്കുക. പിന്നെ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ നമ്മൾ ഹോമിയോപ്പതിയിലെ പേഷ്യന്റിനെ ഹോൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതല്ലാതെ ഡിസീസിനെ മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ പേഷ്യന്റ് പലപ്പോഴും വിചാരിക്കും, ഇപ്പൊ ഞാൻ കേസ് ടേക്കിംഗ് ചെയ്ത കോളേജിൽ കേസ് ടേക്കിംഗ് നടത്തപ്പോഴും ചില പേഷ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ എന്തിനാ ചോദിക്കണം, ഇതൊക്കെ എന്തിനാ ചോദിക്കണേ. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ വേറൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഹോമിയോപ്പതിനെ കുറിച്ച്. പിന്നെ ഹോമിയോപ്പതിക്ക് സൈഡ് എഫക്റ്റ് ഇല്ല. ചില വൈറ്റമിൻ ഗുളിക പോലെ ഹോമിയോപ്പതി കഴിക്കാണ്. അപ്പൊ ചില ആൾക്കാർക്ക് ടെൻഡൻസി ഉണ്ട് എന്ന് വെച്ചാൽ ഡോക്ടറെ കാണാതെ ഹോമിയോ മരുന്ന് കഴിക്കാനായിട്ട്, ഹോമിയോ ഫാർമസി പോയിട്ട് ഇങ്ങനെ മരുന്ന് കഴിക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. ഇപ്പൊ റിയാലിറ്റി ഇപ്പൊ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ റോങ്ലി ചൂസൺ അല്ലെങ്കിൽ റോങ്ലി ചൂസൺ റെമഡി അൺനെസസറി റിപ്പീറ്റ് ചെയ്താൽ അത് പ്രൂവിങ് സിംറ്റംസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് ജനത്തിന് ബോധം കൊടുക്കും. പിന്നെ ഇത് ഈ മെറ്റീരിയൽ മെഡിക്ക ഈ പിക്ചേഴ്സിലൂടെയും പഠിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോ മെറ്റീരിയൽ മെഡിക്കയുടെ ബുക്സ് ഇപ്പോ അലൻ സ്പീനോട്ട് എടുത്താലും ബോറിക് എടുത്താലും അത് കൂടുതൽ സിംറ്റംസ് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പൊ നക്സോമിക കോൺസ്റ്റിപ്പേഷൻ ക്യൂർ ചെയ്യും. പക്ഷെ ഇപ്പൊ നക്സോമിക്കിലെ ഒരു സ്ട്രിക്റ്റിംഗ് അങ്ങനെ ഒരു നക്സോമിക്ക ഒരു സീഡാണല്ലോ. ആ സീഡിനകത്തൊരു ഘടകമുണ്ട്. ആ ഘടകമാണ് ഈ കോൺസ്റ്റിപ്പേഷൻ ക്യൂർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് എന്താണ് ആ പ്ലാന്റിൽ ഉള്ളത്,
ആ പ്ലാന്റിന്റെ പ്രോപ്പർട്ടിയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിച്ചാല് കുറച്ചുകൂടി നല്ലതായിരിക്കും. വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ പൾസാറ്റിലെ മെയിൻ സിംറ്റമാണ് ചേഞ്ചബിലിറ്റി. അപ്പോൾ അതുപോലെ അതെന്തുകൊണ്ടാണ് ചേഞ്ചബിലിറ്റിക്ക് പൾസാറ്റിൽ കൊടുക്കുന്നത്? കാരണം പൾസാറ്റിലെ ഫ്ലവർ അല്ലെ പൾസാറ്റിലെ പ്ലാന്റ് ഉണ്ട്, അത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ആ പ്ലാന്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. അതുകൊണ്ടാണ് അതിന് ചേഞ്ചബിലിറ്റിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ കുറച്ചും കൂടി നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആരെങ്കിലും ബുക്സ് എഴുതിയാൽ കുറച്ചും കൂടി ഒരു ആഗ്രഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്ന് വെച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ബോർഡ് വെക്കുമ്പോൾ BHMS ഡോക്ടർ ആയാലും ഇപ്പൊ MD ഡോക്ടർ ബോർഡ് വെക്കില്ലേ നമ്മള് പാസ്സായി കഴിഞ്ഞിട്ട്. അപ്പോ നമുക്ക് ജസ്റ്റ് എല്ലാം ക്യൂർ ചെയ്യുന്ന ആ ഒരു എല്ലാ A to Z അസുഖങ്ങള് ക്യൂർ ചെയ്യും, അങ്ങനെ ഒരു ഇമേജ് നല്ലതാണ്. അതിനേക്കാളും നല്ലതായിരിക്കും ഇങ്ങനെ ചെയ്താൽ തോന്നുന്നു. ഇപ്പൊ സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഇപ്പൊ അലർജി ട്രീറ്റ് ചെയ്യുന്ന ക്ലിനിക്ക്, അല്ലെങ്കിൽ സ്കിൻ മെയിൻലി സ്പെഷ്യലൈസ്ഡ് ഇൻ സ്കിൻ ഡിസീസസ് ലൈക്ക് എക്സിമ, സോറിയാസിസ്, ആക്നെ, അല്ലെങ്കിൽ മെയിൻലി സ്പെഷ്യലൈസ്ഡ് ഇൻ കിഡ്നി സ്റ്റോൺസ്, അല്ലെങ്കിൽ മെയിൻലി സ്പെഷ്യലൈസ്ഡ് ഇൻ ഇൻഫെർട്ടിലിറ്റി, അല്ലെങ്കിൽ ചിൽഡ്രൻസ് ബിഹേവിയർ പ്രോബ്ലംസ്. അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കാണുന്ന ആൾക്കാർ നമ്മൾ ഇതിനൊരു എക്സ്പേർട്ടാണ് നമ്മൾ വിചാരിക്കുക, എക്സ്പേർട്ട് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ. അലോപ്പതി ഡോക്ടർമാർ അങ്ങനെ ഉണ്ടല്ലോ, അതുപോലൊക്കെ തന്നെ. പിന്നെ അതുപോലെ തന്നെ കോളേജില് കേസ് ടേക്കിംഗ്, കോളേജിലത്തെ കാര്യം പറയുന്നത്. ഇപ്പൊ നമ്മൾ കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ കൂടുതലും ഫിസിക്കൽ സിംറ്റംസിനാണ് കൂടുതലും എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, മെയിൻലി ഫിസിക്കൽ കംപ്ലൈൻസ്. മെന്റൽ സിംറ്റംസ് ഒരു ജസ്റ്റ് സൂപ്പർഫിഷ്യലി നോട്ടഡാണ്. എന്നാല് വലിയ ഒരു അത്രയും ഡെപ്തിൽ പോകുന്നില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ നമ്മൾ മെന്റൽ സിംറ്റംസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ആ പേഷ്യന്റിന്റെ ലൈഫിൽ ഇന്ന എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ, പിന്നെ ഇന്ന ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, ആ ഇൻസിഡന്റ് എങ്ങനെയാണ് ആ പേഷ്യന്റിനെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ റിയാക്ഷൻ എന്താണ്, അത് കറക്റ്റ് ആയിട്ട് കിട്ടിയ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ മെന്റൽ സിംറ്റംസില് കുറച്ചും കൂടി കേസ് ടേക്കിങ്ങില് കോളേജിലൊക്കെ ഫോക്കസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേ ഉള്ളൂ സർ. ഓക്കെ, എന്തായാലും വളരെ വിശകലന ബുദ്ധിയോടെ സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ആദ്യം പറയാണ്ട് തെറ്റിദ്ധാരണ ശരിയാണ്, ധാരാളം. അത് വളരെ ഒരു പ്രശ്നമുള്ളത് ആയുർവേദത്തിനും അലോപ്പതിക്കും, പ്രത്യേകിച്ച് അലോപ്പതിക്ക് എതിരായിട്ട് ആരും അങ്ങനെ ഒരു പ്രോപ്പഗാൻഡ പൈസ മുടക്കി ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ നേരിടേണ്ടി വരികയാണ്. അപ്പൊ ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ തടസ്സം എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനെ മറികടക്കാൻ വളരെ എഫർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം പറഞ്ഞത് കേസ് ടേക്കിംഗ് ലോങ്, അത് ഈ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കുമല്ലോ. കാരണം വളരെ പെട്ടെന്ന് നോക്കാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടാവും, അതേസമയം തന്നെ സമയം എടുക്കുകയും ചെയ്യും. ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു നല്ലൊരു ട്രെയിനിങ് കിട്ടുകയാണെങ്കിൽ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. എക്സ്പേർട്ട് ഡോക്ടർ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പഠിക്കുന്ന സ്റ്റുഡൻറ്റിനെ കിട്ടും. ദൗർഭാഗ്യവശാല് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ മൂകരായി നിൽക്കുന്നതും അധ്യാപകർ അവരുടെ ജോലി നോക്കി പോകുന്നതാണ് കാണുന്നത്. അത് മാറിയിട്ട് കുട്ടികളോട് എന്തെങ്കിലും തുറന്ന് 2 അക്ഷരം പറയാനും നാളെ അവരിതുകൊണ്ട് ജീവിക്കേണ്ടവരാണെന്ന് ഒരു സമീപനം സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഹനിമ എന്നെ കുറിച്ച് പറഞ്ഞത് എന്താണ്? വെൻ യുവർ എക്സ്പ്ലനേഷൻ ഈസ് ഫോർട്ടിഫൈഡ് വിത്ത് റീസൺസ്, ആ വാക്കാണ് പറയുന്നത്. ഒരു ഓർഗൻ ഓഫ് മെഡിസിൻ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് റോയ് തോമസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്രോണിക് ഡിസീസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം രോഗിയോട് ആവശ്യപ്പെട്ടാലും അതിന് പ്രോപ്പറായിട്ട് റീസൺ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും രോഗികൾ അത് അനുസരിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ആൽക്ലൗഡ്സും എന്തുകൊണ്ടാണ് അത്തരം ടെക്നിക്കാലിറ്റീസിന്റെ പുറകെ ഹോമിയോപ്പതി പോകാത്തതും കൂടെ ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ മെഡിക്കൽ തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ടാണ് മാത്രം ഉണ്ടാക്കിയതെങ്കിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അതാണ് കാരണം എന്ന് പറഞ്ഞ് ആ രീതി ഡെവലപ്പ് ചെയ്ത് ഇത് ഉപയോഗശൂന്യോ, നേരെ മറിച്ച് പ്യുവർ മെഡിസിൻ എക്സ്പീരിയൻസ് ആണ്. മറ്റേതായിക്കോട്ടെ, പക്ഷെ ആ ഒരു കട ഒരിക്കലും മോശമാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്പെഷ്യലൈസേഷനെ കുറിച്ച് പറഞ്ഞു, നല്ലതാണ്. ഒരു പ്രോബ്ലം ഉള്ളത് നമുക്ക് അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻസ് ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ വരുന്നുണ്ട്, DM വരുമ്പോൾ അത് മാറും. റൊമറ്റോളജി അല്ലെങ്കിൽ സെൽഫ് സ്റ്റൈൽഡ് ആയി പോകും. അത് ബോർഡിൽ എഴുതി വെക്കുന്നത് ഒരു എഡ്യൂക്കേറ്റഡ് സമൂഹത്തിന് നല്ലതല്ല എന്നോട് പറയാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.
പിന്നെ നമ്മളെപ്പോഴും ഈ റോങ് റെമഡി എന്നൊരു വാക്ക് പറയുന്നത് വലിയ അബദ്ധമാണ്. അങ്ങനെ ഒരു വാക്കില്ലല്ലോ. റെമഡി എന്ന് പറഞ്ഞാൽ ശരിയായ മരുന്നാണല്ലോ ഇത് റെമഡി ആകുന്നത്, പിന്നെ റോങ് റെമഡി ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഹോമിയോപ്പതി ഡ്രഗ് കൊടുത്തു എന്ന് പറയാതിരിക്കുക. കാരണം ഹോമിയോപ്പതി ഡ്രഗ് കൊടുക്കാറില്ല, ഹോമിയോപ്പതിന് ആവശ്യമില്ല. ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാം. റെമഡി കൊടുക്കുമ്പോൾ അതാണ് റെമഡി റിയാക്ഷൻ എന്ന വാക്കാണ്. ഡ്രഗ് റിയാക്ഷൻ എന്നോ മെഡിസിൻ റിയാക്ഷൻ എന്നല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റെമഡി റിയാക്ഷൻ എന്നല്ല പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? റെമഡി ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിലുള്ള ഒരു റെസ്പോൺസ് കിട്ടുള്ളൂ. അതാ കാര്യം. അപ്പൊ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. സൗപർണിക, അൺമ്യൂട്ട് ചെയ്യാമോ? തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ് സൗപർണിക. സ്വാഗതം. നമസ്കാരം സർ, ഞാൻ MS സൗപർണിക, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഗവൺമെന്റ് ഹോമിയോ കോളേജ് ട്രിവാൻഡ്രം. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സോഷ്യൽ അക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് വാസ്റ്റ് നോളജ് ഇല്ല, എന്നാലും ഇതുവരെ വെച്ചിട്ടുള്ള ഒരു നോളജ് വെച്ചിട്ട് പറയാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ പറയുന്നത് ഡിസീസ് ഇസ് കോസ്ഡ് ബൈ ദി ഡിറേഞ്ച്മെന്റ് ഓഫ് വൈറ്റൽ പ്രിൻസിപ്പിൾ. അപ്പോൾ വൈറ്റൽ പ്രിൻസിപ്പിൾ, ഞാൻ എപ്പോഴും വൈറ്റൽ പ്രിൻസിപ്പിളിനെ ഗോഡുമായിട്ട് കോറിലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ദൈവം ഉണ്ടോയെന്ന് വെച്ചാൽ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണോ എന്ന് വെച്ചാൽ എനിക്ക് അതിന് ഉത്തരവില്ല. ബട്ട് അവരുടെ ഒരു പ്രസൻസ്, ഒരു യൂണിവേഴ്സൽ എനർജി ഉണ്ട്, പക്ഷെ കാണാനോ കേൾക്കാനോ ഒന്നും പറ്റില്ല. അതേപോലെ ഞാനിങ്ങനെ വൈറ്റൽ എനർജിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സൊസൈറ്റിയായിട്ടും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടി അതിനെ അക്സെപ്റ്റ് ചെയ്യാനും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഹോമിയോപ്പതിയെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊരു എൻ്റെ ഒരു കൺസേൺ ആണ്, എൻ്റെ ഒരു ഡൗട്ടാണ്. പിന്നെ പറഞ്ഞത് എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം, അത് നേരത്തെ സീനിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ള കൺസേൺ. പിന്നെ എൻ്റെ ഒരു ഡൗട്ടാണ് വൈറ്റൽ പ്രിൻസിപ്പിളിനെ കുറിച്ചുള്ള ഒരു ഡൗട്ട്. അതിനെ കുറിച്ചാണ് കെന്റ് സിമ്പിൾ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ മലയാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രപഞ്ച ബോധം എന്ന് പറയും. പ്രപഞ്ചത്തിന്റെ ബോധമുണ്ട്. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ സൗരപഥങ്ങളും താരാപഥങ്ങളും ഒക്കെ ഉണ്ടാകുന്ന പ്രവർത്തിക്കുക. അത് കണ്ടുപിടിക്കാൻ ഇനി വർഷങ്ങളെടുക്കും. ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ആരെങ്കിലും മരുന്ന് കഴിക്കുകയെന്ന് വെച്ചാൽ ഇല്ല, അത് പ്രായോഗികമായ കാര്യമല്ല. എന്നിരുന്നാലും റിസർച്ച് സ്റ്റഡീസ് നല്ലതാണ്, അത് മുമ്പോട്ട് പോവുക തന്നെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഒരുപാട് സ്റ്റഡീസ് നടക്കുന്നുണ്ട്, ധാരാളം വർക്ക്. പക്ഷേ വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടത് ഒരുപാട് മാഗസിനുകളൊക്കെ വായിക്കണം എന്നുള്ളതാണ്. പീരിയോഡിക്കൽസ് ധാരാളമുണ്ട്, വായിക്കുക. ഇതുപോലെ നല്ല നല്ല വിദഗ്ധന്മാരുടെ ക്ലാസ്സുകളുണ്ട്, കേൾക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും നിങ്ങൾക്ക് മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുവർട്ട് ക്ലോസ് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് മാത്രമേ നല്ലൊരു കച്ചവടക്കാരനാകാൻ പറ്റുള്ളൂ എന്നാണ്. റോയ് തോമസ് ഒക്കെ വായിച്ച് ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റുവർട്ട് ക്ലോസിൽ പറഞ്ഞിട്ട് വാക്കാണ്. അപ്പൊ ആ വാക്ക് ആണ് പ്രധാനം. പരമാവധി പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഈ നേരത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി, മെന്റൽ സിംറ്റംസ്, ക്രോണിക് മെറ്റീരിയൽ മെഡിക്കൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് കിടക്കുന്നത്? ഹനുമാന്റെ മെറ്റീരിയൽ മെഡിക്കൽ ബ്യൂറോയിൽ മെന്റൽ സിംറ്റംസ് ഏറ്റവും ലാസ്റ്റിലാണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ്? ഒരു രോഗിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കുറെ കഴിയുമ്പോഴത്തേക്കായിരിക്കും റിയൽ പിക്ചർ മനസ്സിലാവുന്നത്. അത് ഹൈപ്പോകോൺഡ്രിയാസ് അല്ല, മിമിക്കിങ് അല്ല എന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇറ്റ് ടേക്ക് സം ടൈം. അപ്പൊ അതുകൊണ്ടാണ് മെറ്റീരിയൽ മെഡിക്കൽ ഹനുമാൻ ചെയ്തിരിക്കുന്നത് മെന്റൽ സിംറ്റംസ് ലാസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ സൊല്യൂഷനെ കുറിച്ചും കൂടെ പറയാം. അതിനു മുമ്പായിട്ട് ഡോക്ടർ ദിൻഷ മുരളി, ഡോക്ടറെ പ്രത്യേകം സ്വാഗതം. കാരണം അധ്യാപകരും കൂടെ പങ്കെടുക്കേണ്ട ഒരു ചടങ്ങാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന ഡോക്ടർ ദിൻഷയെ പ്രത്യേകിച്ച് നമ്മൾ അഭിനന്ദിച്ചു. ഡോക്ടർ ദിൻഷ സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യൂ. ഓഹോ, സ്റ്റാക്ക് ചെയ്യാറുണ്ടല്ലോ. അൺമ്യൂട്ട് ചെയ്യാമോ? സർ പറയൂ, കേൾക്കാം. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ IFPHന് 5 വർഷത്തെ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസിന് എന്തായാലും ഒരു ബിഗ് കൺഗ്രാറ്റ്സ് ഉണ്ട്. കാരണം ഇത്രയും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നടക്കുന്നത് ഒരു ഹോമിയോപ്പതിയിലെ ഒരു സംഭവം ശരിക്കും അതൊരു അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, അതായത് നമ്മളെപ്പോഴും എവിഡൻസ് ബേസ്ഡ്, ഇപ്പം പ്രാക്ടീസ് എല്ലാം എവിഡൻസ് ബേസ്ഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്കൊരു നമ്മൾ എടുക്കുന്നതെല്ലാം നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡ് ആക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ്. അപ്പൊ നമുക്ക് ഈ കുട്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ വരുന്ന എവിടെ വേണമെങ്കിലും നമുക്കിത് പ്രസന്റ് ചെയ്താൽ അതൊരു ഭയങ്കര നല്ലൊരു ഇതായിരിക്കും. കാരണം എപ്പോഴും എവിഡൻസിനാണ് എല്ലാവരും ചോദിക്കുന്നത്, എല്ലാവരും എവിഡൻസ് ആണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്.
പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞത് കണക്ക് ശരിക്കും ഓർഗനോൺ ശരിക്കും കോളേജസിൽ എനിക്ക് അറിയില്ല, എല്ലാവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഓർഗനോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓർഗനോൺ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല എന്നൊക്കെ ഒരു ധാരണയുണ്ട്. പക്ഷെ അത് തികച്ചും എനിക്കറിയില്ല എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. പ്രിൻസിപ്പിൾസ് അറിയാതെയും മയാസം അറിയാതെയും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ മയാസം തിയറിയോ മയാസംസിനെ കുറിച്ചൊക്കെ വളരെ നോളജ് കുറവാണ്. ഈ പറയുന്ന കണക്ക് അക്യൂട്ട് ഡിസീസും ക്രോണിക് ഡിസീസും പോലും അക്യൂട്ട് ഡിസീസ് വളരെ പെട്ടെന്ന് എടുക്കാൻ കഴിവുള്ളവരുണ്ട്. പക്ഷെ ശരിക്കും നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു ഹിസ്റ്ററിയിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ, ആ ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി ആയാലും ഒരു കുറച്ച് സമയമാണെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ആ അക്യൂട്ട് ഡിസീസിന്റെ ഒരു പ്രോഗ്രഷൻ, മയാസം കിട്ടിയാൽ മാത്രം മയാസം ഒന്ന് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അക്യൂട്ട് ഡിസീസ് ആണെങ്കിലും പ്രോഗ്രഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് എനിക്കിത് ഇത്രയും നാളുള്ള പ്രാക്ടീസിൽ എനിക്ക് അനുഭവം. കാരണം ഞാൻ അക്യൂട്ട് ആയാലും ക്രോണിക് ആയാലും ഒരുപോലെ ടൈം എടുത്ത് ഒരുപാട് ടൈം അല്ലെങ്കിലും അത്യാവശ്യം കംപ്ലീറ്റ് ആയിരിക്കും. എന്റെ കേസ് മിക്കവാറും ഒക്കെ മെന്റൽസ് വരെ ഞാൻ എടുത്തിട്ടാണ് വിടുന്നത്. അപ്പം ഒരു മയാസത്തിനെ കുറിച്ച് ഒരു ഗ്രാസ്പും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര നല്ലൊരു ഒരു പ്രോഗ്രഷൻ നമുക്ക് പ്രൊഫസി ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേറെ എനിക്കൊരു ഇത് പറയാനെന്നുള്ളതെന്ന് വെച്ചാൽ ഈ റിസർച്ചിൽ എപ്പോഴും നമുക്കൊരു കമ്പാരിറ്റീവ് ദിസ് മെഡിസിൻ ഈസ് എഫക്റ്റീവ് ഫോർ, അല്ലെങ്കിൽ ഇപ്പം എന്താണ് റവോൾഫി കമ്പാരിസൺ ഓഫ് എഫിക്കസി ഓഫ് റവോൾഫിയ ഇൻ ഹൈപ്പർ ടെൻഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. ശരിക്കും നമ്മൾ റിസർച്ചിൽ, നമ്മളുടെ ഹോമിയോപ്പതിക് റിസർച്ചിൽ ശരിക്കും നമുക്ക് നമ്മളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം. കാരണം ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ അവിടെ നമ്മളെ ഇൻഡിവിജ്വലൈസേഷനെയാണ് നമ്മളവിടെ ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു റിസർച്ച് ഒരിക്കലും എനിക്ക്, കാരണം ഇപ്പം കണ്ടുവരുന്നത് വെച്ചാൽ ഒരു തീസിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസൺ ചെയ്യണം. എങ്ങനെ ഒരു കമ്പാരിറ്റീവ് നമുക്ക് ചെയ്യുന്നു? അങ്ങ് അതാകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഇൻഡിവിജ്വാലിറ്റി തന്നെ അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മൾ ഹോമിയോപ്പതി തന്നെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും കുഹാസിന്റെ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്റെ സ്റ്റുഡന്റ് ആണ് സൗപർണികയ്ക്ക് ശരിയാണ് വൈറ്റൽ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അത് വരുന്ന ക്ലാസ്സുകളിൽ സൗപർണികയ്ക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും. എന്തായാലും കൺഗ്രാറ്റ്സ് സൗപർണിക. അതെ, ശരി സർ, താങ്ക് യു വെരി മച്ച് സർ. പങ്കെടുത്ത രണ്ടുപേർക്കും നന്ദിയുണ്ട്. കാരണം ഇത്ര ഒരു വേദിയില് പൊതുവെ അധ്യാപകരൊക്കെ ഇത്ര വിമുഖരാണ്, പുറത്തിറങ്ങാനും മുഖം കാണിക്കാനും ഒക്കെ. എന്തായാലും രണ്ടുപേര് വന്നു. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ നേരത്തെ ഈ IFPHന്റെ പ്ലാറ്റ്ഫോം എല്ലാം കുറിച്ച് ഡോക്ടർ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് വേറെ ഡോക്ടർ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, റിസർച്ചിനെ കുറിച്ച് അതിനകത്ത് പറയുന്ന ചില കേസ് സ്റ്റഡീസ് ആണ് നമുക്ക് ആവശ്യം. അതിന് മെത്തഡോളജി ഉണ്ട്, അവരെ കുറിച്ച് പറയുകയും ചെയ്തു. ഡോക്ടർ ചന്ദ്രജ ശാരദവർഷങ്ങളുടെ മുൻ ഇതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസർച്ചിന്റെ പ്രൊഫസർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒരു എയിംസിലുള്ള ഡോക്ടറിനോട് ചോദിക്കുകയുണ്ടായി, അവരുടെ മുമ്പിൽ പ്രപ്പോസൽ വന്നിട്ട് ഞാൻ അംഗീകരിക്കണോ വേണ്ട എന്നുള്ളത്. ചോദ്യം ഇതാണ്. കാരണം വെച്ചാൽ എന്ത് മെഡിസിനാണ് കൊടുക്കുന്നതെന്ന് പറയുന്നില്ല എന്ന് അവർ ചോദിച്ചത്. ഇത് എങ്ങനെ ഞാൻ ഇതിനെ അംഗീകരിക്കും? ഹോമിയോപ്പതി ഡോക്ടറല്ല, വേറെ ഡോക്ടറാണ്. ഞാൻ പറഞ്ഞ ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷൻ എപ്രയോറിയൽ എപ്പോസ്റ്റീരിയർ കേസ് എടുത്തിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടെക്നിക്കൽ ടേം കിട്ടിയപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി. ഹനുമാൻ ഇപ്പം പ്രിഫറബിളി ഗ്രീക്ക് ടേം എന്ന് ഹനുമാൻ കളിയാക്കുന്നുണ്ട്. കാരണം അത്തരം വാക്കുകൾ നമ്മളവിടെ പ്രയോഗിച്ചാൽ ഇത്തരം കുരുക്കൾ നഷ്ടപ്പെടാം. നമ്മുടെ ആദരണീയരായ 2 രക്ഷകർത്താക്കളുണ്ട്, തീർച്ചയായിട്ടും അവരെ കേൾക്കാനും കൂടി താല്പര്യമുണ്ട്. ഡോക്ടർ ജെയിംസ് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാമോ? ആദ്യമായി മകളെ ഇതിലേക്ക് കൊണ്ടുവന്നതിന് പ്രത്യേകം നന്ദി. അൺമ്യൂട്ട് ചെയ്യ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യൂ. മ്യൂട്ടാണ്. അൺമ്യൂട്ട് ഡോക്ടറെ, അൺമ്യൂട്ട് ചെയ്യ്. ഹലോ. കേൾക്കാം, പറഞ്ഞോളൂ. സ്റ്റാർട്ടിങ്ങിൽ എന്താ തുടങ്ങി വെച്ചതെന്ന് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വന്നത്. എന്നിരുന്നാലും യുവജന വേദി പിള്ളേര് റെപ്രസെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവിടെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലതാണല്ലോ. അപ്പൊ ആ ഓരോ സ്റ്റുഡൻസും പറഞ്ഞ് ദേവൻ ഡോക്ടർ മകൻ പറഞ്ഞ ആ മെറ്റീരിയ പഠിപ്പിക്കുമ്പോൾ നമ്മള് കണ്ടുകൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പിങ് പവർ കൂടും. അത് കോളേജുകളിലൊന്നും PPT പ്രസന്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വളരെ ഒരു നല്ല ഇനീഷ്യേറ്റീവ് എടുത്താലാണ് വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള
സ്റ്റുഡൻസിനെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിള്ളേർ അത്രയും ഇത് മനസ്സിലായി. ഇപ്പോൾ വൈറ്റൽ ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കപ്പോൾ മിക്കവാറും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ എന്ന് വെച്ചാൽ പലപ്പോഴും നല്ല എക്സ്പേർട്സിനെ അവർ ഔട്ട്സോഴ്സ് ചെയ്ത് ഈ പിള്ളേരെ കോമ്പിറ്റൻസി കറക്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ശാരദാകൃഷ്ണ, ഫാദർ മുള്ളേഴ്സ് പോലെയുള്ള കോളേജുകളിലൊക്കെ കുറച്ചുകൂടെ അവർക്ക് ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പം അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ് സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹോമിയോപ്പതി ഇവരിപ്പോൾ പാസ്സായി പുറത്ത് വന്നാൽ ഒരു 80% പിള്ളേർ എനിക്ക് ബിടെക്കിന് അല്ലെങ്കിൽ BSc നഴ്സിങ്ങിന് പോകുമായിരുന്നെങ്കിൽ ഈ നമ്മുടെ എക്കണോമിക് ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു ചിന്തിച്ച് ഡിപ്രസ്ഡ് ആവുന്ന ലെവലിലാണ് മിക്കവാറും പിള്ളേർ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ IFPH പോലെയുള്ള പ്ലാറ്റ്ഫോം ഉതകും എന്നാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. അതെ സാർ, അതിനകത്ത് ഹനുമാൻ പറയുന്ന ഒരു വാക്ക് എനിക്ക് വീണ്ടും പറയുന്നത്, ഇറ്റ് വിൽ നോട്ട് ഫ്ലൈ ഇൻ യുവർ മൗത്ത് ലൈക്ക് റോസ്റ്റഡ് പീജിയൻസ്. കോഴ്സ് 148 ഫുട്നോട്ടിലാണ് എൻ്റെ ഓർമ്മ. ഇറ്റ് വിൽ നോട്ട് ഫ്ലൈ ഇൻ യുവർ മൗത്ത് ലൈക്ക് റോസ്റ്റഡ് പീജിയൻസ്. ഇപ്പൊ നമ്മൾ ഈ 1200 ദിവസമായിട്ട് ഇത് ഈ പ്ലാറ്റ്ഫോം ഓപ്പൺഡ് ആണ്, രജിസ്ട്രേഷൻ ഫീസിൽ ഒന്നുമില്ല. പക്ഷെ എത്ര പേര് കാണുന്നുണ്ട്? അതെ അതെ, ഇന്ന് തന്നെ നമുക്ക് 50 പാർട്ടിസിപ്പൻസേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഇത്രയും നിർണായകമായ ഒരു അത് കാര്യം. പിന്നെ യുവജനവേദി എന്നൊക്കെ പറയുമ്പോ അത് അവരെ സംബന്ധിച്ചോളം, അഡൽസിനെ സംബന്ധിച്ചോളം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നില്ല. അത് കഴിഞ്ഞ തവണ പകർത്ത 4 കുട്ടികൾ ഇത്തവണ ഇല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവരെ ഞാൻ IFPHന്റെ പ്രോഗ്രാമിനെ കുറിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോ എന്തോ പറയുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അവരുടെ കുഴപ്പമല്ല, ആ ഒരു ലെവലിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ എത്തിക്കാനാണ് സാർ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ശ്രമിക്കുന്നത്. അവര് പബ്ലിക് സ്പീക്കിങ്ങിലും പേഴ്സണൽ ഡെവലപ്മെന്റ് പ്രധാനമാണ്. അതിനാണ് IFPH ശ്രമിക്കുന്നത്. ദേവൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണം, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. നമസ്കാരം. അതായത് പുതിയ തലമുറയുടെ വാക്കുകൾ ശ്രവിക്കാനുള്ള ഈ ശ്രമം അഭിനന്ദനാർഹമാണ്. പിന്നെ പുതിയ തലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം ചില പ്രവർത്തനങ്ങളിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം പുതിയ തലമുറയുടെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ പൊതുവായിട്ട് അങ്ങനെ രംഗത്തേക്ക് വരുന്നില്ല, വിമുഖരായി നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പങ്കെടുത്ത 4 പേരും ഇതിന്റെ ഹോമിയോപ്പതിയുടെ വളർച്ചയിൽ പ്രതീക്ഷയുള്ളവരാണ്. അത് തന്നെ വളരെ പ്രത്യാശ നൽകുന്നു. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വയലോപ്പള്ളിയുടെ ഒരു കവിതയുണ്ടല്ലോ, ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ. അപ്പോൾ ചെറുകൈകളാണ് ഇനി ഇങ്ങോട്ട് വരേണ്ടത്. അവര് പൊതുവെ ഈ രംഗത്തേക്ക് പല ഫോറങ്ങളിലും അവരെ കാണുന്നില്ല എന്നുള്ളൊരു വിഷമമാണ്. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. പക്ഷെ യുവജന പങ്കാളിത്തം നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറവാണ്. സ്ഥിരം മുഖങ്ങളും പിന്നെ കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരം സംരംഭങ്ങളിലൂടെ ഇനിയും കൂടുതൽ പേര് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർക്ക് ഈ പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ആശംസ. അതാണ് ഡോക്ടർ ദേവൻ ഡോക്ടർ ഫാദർ ഡോക്ടറാണ്, സിസ്റ്റർ ഡോക്ടറാണ്, ചന്ദ്രമി ഡോക്ടർ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ചന്ദ്രമി ഡോക്ടറെ കുറിച്ച് പറയാതിരിക്കുന്ന നിവർത്തില്ല, കാരണം അപാരമായ അറിവിന്റെ ഒരു ഉടമയാണ്. റയറായിട്ടുള്ള ഓരോ മരുന്നുകളൊക്കെ എത്ര സ്ട്രെയിൻ എടുത്ത് കണ്ടുപിടിച്ച് കൊടുക്കുന്നു. 1-2 ഡോസ് കൊണ്ട് അത്ഭുതകര മാറ്റങ്ങൾ. മുമ്പ് ഡോക്ടർ സ്ഥിരം പ്രോഗ്രാമായിട്ട് വരുമായിരുന്നു. അദ്ദേഹത്തെ ഇതിനകത്തുണ്ട്. ചന്ദ്രമി ഡോക്ടർ സംസാരിക്കാമോ? എന്റെ ടീച്ചർ ഭദ്രമ്മ നാടകം ഇരിപ്പുണ്ട്. ഉണ്ട്. അതെ. ഭദ്രമ ഡോക്ടറെ സംസാരിക്കാമോ? ദേവൻ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ വരുന്ന ആ മുഖം മുതൽ ഇന്ന് വരെയുള്ള ദേവന്റെ ഇത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. കുട്ടിയെ മകനെയും അന്ന് ഞാൻ മീറ്റിങ്ങിൽ വെച്ച് കണ്ടു, നമസ്കരിച്ചു. വൈഫ് എല്ലാം നല്ല ഒരു സന്തോഷമാണ് ആ ഫാമിലി കാണുമ്പോൾ. ഡോക്ടർ രാജേശ്വരി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ചീഫ് മെഡിക്കൽ ഓഫീസറാണ്, മാത്രമല്ല ഗായിക കൂടിയാണ്. മുമ്പ് പ്രോഗ്രാം സ്ഥിരമായിട്ട് പാടുമായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഇതിനകത്ത് സംസാരിക്കാൻ ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. 2 തലമുറയെ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. സമാന്തരങ്ങളായിട്ട് പാളങ്ങൾ പോലെ ഇങ്ങനെ പോയി ഒരു കാലത്തും കൂട്ടിമുട്ടാത്ത ഒരു സംവിധാനമാണ്. പോരാ, നമുക്ക് കാണുകയും സംസാരിക്കണം. ഡോക്ടർ ദീപ സംസാരിക്കണം. KGHMയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഡോക്ടർ ദീപ. നമസ്കാരം സർ, കേൾക്കാവോ? കേൾക്കാം. സാറ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനം
ഒരു ലക്ഷ്യമുണ്ടാകണമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഓരോ ദിവസവും മുന്നോട്ട് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമായി പോകുന്നു. പറഞ്ഞാല് ഒരു സർക്കാർ മേഖലയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള, ഞാൻ ഓർഗനോൺ PG ആയിരുന്നു. ഹോമിയോപ്പതിയുടെ നിലനിൽപ്പ് അതിൻ്റെ പ്രിൻസിപ്പിളിലാണ്. അതിലേത് കാര്യമാണെങ്കിലും പ്രിൻസിപ്പിൾ വെള്ളം ചേർക്കുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും, ഹോമിയോപ്പതി അല്ലാതെയാകും. അപ്പോൾ നമുക്ക് സമയത്തിനുള്ളിൽ മരുന്ന് കൊടുക്കണം, വേറെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതിന് ഇടയ്ക്ക് പേഷ്യൻറ്റിനെ നോക്കി വിടണം. അപ്പോൾ നമ്മുടെ കേസ് ടേക്കിംഗ് നല്ലൊരു പരിധി വരെ കോംപ്രമൈസ് ചെയ്യുന്നു. അതുപോലെ മെഡിസിൻ സെലക്ഷൻസിന് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു സമയം ഓരോ പേഷ്യൻറ്റിനും കൊടുക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. പക്ഷെ കോളേജിൽ അതിനുള്ള കുറച്ചുകൂടെ സൗകര്യങ്ങളുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ മേഖലയിലുള്ളവർ, സ്റ്റുഡൻസ് ഉണ്ട്, സ്പെഷ്യൽ ഓഫീസ് ഒരുപാടുണ്ട് കോളേജിൽ. അവർക്ക് ഒരു 45 മിനിറ്റ്സ് ഒക്കെ സ്പെഷ്യൽ OPയിൽ കേസ് ടേക്കിങ്ങിനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ട്, ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് കോളേജ് മേഖലയിൽ നിന്ന് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നിന്നും ജനനി ഒരു പ്രോജക്റ്റ് ശരിക്കും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഡോക്ടർ വിനു കൃഷ്ണന്റെ ക്യാൻസർ സെന്റർ നന്നായിട്ടുണ്ട്. ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ അത്ഭുതകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, പാലിയേറ്റീവ് കെയറിന് അത്ഭുതങ്ങൾ ഇരിക്കുന്നുണ്ട്. ഡോക്ടർ സജിമോൻ ഉണ്ട്. അതുപോലെ കോളേജിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ട് ശ്രദ്ധേയമായ നീക്കം ഡോക്ടർ ബിന്ദു ബിയർ ന്യൂറോളജിക്കൽ ഡെവലപ്മെന്റ് സെന്റർ ആണ്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ശ്രീധർ കുറുപ്പ് സാറേ, കേൾക്കാവോ? കേൾക്കാം സാറേ, കേൾക്കാം. ഞാനിത് ഇപ്പൊ പിള്ളേരുടെ പരിപാടി ആയതുകൊണ്ട് കടന്നേച്ച് ഞാൻ എഴുന്നേറ്റ് വന്നതാ. ഞാൻ അതെ, അങ്ങനെയാണ് വേണ്ടത്. അതെ സാർ, കാരണം അവരുടെ ഇന്നത്തെ ട്രെൻഡ് അറിയണ്ടേ, അതിനു വേണ്ടിയാ. അപ്പൊ അന്നേരം ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം സംഘടിപ്പിച്ച IFPHന് വളരെ നന്ദി. പിന്നെ ഞങ്ങൾ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പം നിങ്ങളുടെ ഈ പ്രശ്നമൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് മേക്സ് ദി മാൻ പെർഫെക്റ്റ്. അതുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഇതുപോലെയൊക്കെ. ഞാൻ ഹോമിയോ കോളേജിൽ, പിന്നെ കുറിച്ചി ഹോമിയോപ്പതി കോളേജിൽ 1975 ബാച്ചാ. അന്ന് ഞങ്ങൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പം ഞങ്ങളെല്ലാം കൂടെ ഒന്ന് കൂടിയപ്പം എല്ലാവരും പറഞ്ഞ് ഈ ഹോമിയോപ്പതി കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇന്നത്തെ അത്രയും കൂടി എക്സ്പോസർ ഇല്ല. ഒരു ഡൗട്ട് ചോദിച്ചാൽ ഏതാനും ചിലരൊക്കെ ഉണ്ട്, അവരൊന്നും പറഞ്ഞു തരികയില്ല. പിന്നെ നമ്മൾ തന്നെ പലയിടത്തും ഇതുപോലെ സെമിനാറും അതും ഇതുമൊക്കെ ചെയ്ത് പഠിച്ചു. അപ്പം അതുകൊണ്ട് കോൺഫിഡൻസ് വരണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇത് വരും. നമുക്ക് ഈ വൈറ്റ് ബോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്നാ കുന്ത്രാണ്ടാണെന്ന് അന്ന് നമുക്ക് നിങ്ങളെക്കൊണ്ട് തന്നെ അറിയത്തില്ല. പക്ഷെ ഇന്നത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ വർഷങ്ങളോളമുള്ള പ്രാക്ടീസുമുണ്ട്. പിന്നെ ഈ പുതുതലമുറകൾ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലോ ഡോക്ടർമാരുടെ അടുത്ത് കുറച്ചുനാൾ ഫ്രീ ആയിട്ടെങ്കിലും 1-2 വർഷം ഫ്രീ ആയിട്ടെങ്കിലും നല്ല എക്സ്പെർട്ടായിട്ടുള്ളവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. അന്നേരം അവർക്കിപ്പം ദേവൻ്റെ മകനാണെങ്കിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അതുപോലെ മാന്തോട്ടത്തിൻ്റെ ഇപ്പോൾ ഒരാൾ വന്നല്ലോ, പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞു, മകള്. മകള്. അവരെ കൊണ്ടൊക്കെ കൂട്ടത്തിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കുക. അന്നേരം നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് വരും. നിങ്ങൾ ഞങ്ങളെക്കാട്ടി കൂടുതൽ ഉയർച്ചയിൽ എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ നിർത്തുന്നത്. ഞാൻ പറഞ്ഞാൽ നിർത്താതെ എനിക്ക് പറയാൻ പലതും പറ്റും. പക്ഷേ എല്ലാവർക്കും അവസരം കൊടുക്കുന്നതല്ലേ നല്ലത്. തീർച്ചയായും സാറേ, അങ്ങയുടെ ആ ഒരു മനോഭാവത്തിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ശ്രീധരക്കുറുപ്പ് സാർ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമീപനമാണ്, സമീപനത്തിൽ നിന്ന് മാറ്റമാണ് തീർച്ചയായിട്ടും. നമ്മൾ പറയും പോലെ നല്ല മരങ്ങളിലെ നല്ല പഴങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ്. അപ്പൊ ഈ ഹോമിയോപ്പതിയിലുള്ള പഴങ്ങൾ ഉണ്ടാകേണ്ടത് നല്ല നല്ല മരങ്ങളായ വിദ്യാഭ്യാസങ്ങളിൽ നിന്നാണ്. വിദ്യാഭ്യാസങ്ങൾക്ക് പരിവർത്തനം ഉണ്ടാകുമെന്ന് നമുക്ക് ആശിക്കുന്നു. അടുത്ത റൗണ്ടിലേക്ക് വീണ്ടും നമ്മുടെ നേരത്തെ പാർട്ടിസിപ്പൻസ് ജാൻ എന്ത് പറയുന്നു? ഇതെല്ലാം കേട്ട് കൺക്ലൂസീവ് 2 മിനിറ്റ്. ജാൻ അൺമ്യൂട്ട് ചെയ്യാമോ? യെസ് സർ. ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എക്സ്പെക്ടേഷൻസും പ്രശ്നങ്ങളും അതിന്റെ സൊല്യൂഷൻസ് ആയിരുന്നു സാർ പറഞ്ഞിട്ട്. ഞാൻ എക്സ്പെക്ടേഷൻസ് മാത്രമായിരുന്നു അതിൽ പറഞ്ഞിരുന്നുള്ളൂ, പ്രോബ്ലംസ് അത്ര പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ
ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഒരുപാട് നല്ല നല്ല ഡോക്ടേഴ്സും ഒരുപാട് സക്സസ് സ്റ്റോറീസും കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ ആ നല്ലൊരു ഡോക്ടർ ആകുന്നു എന്നുള്ളതിന്റെ ആ പ്രോസസ്സ് അത് ശരിക്കും പഠിപ്പിച്ചു തരുന്നില്ല. കുറെ മെഡിസിൻസ് പഠിപ്പിക്കുന്നുണ്ട്, കുറെ തിയറി പഠിപ്പിക്കുന്നുണ്ട്, കുറെ കേസസ് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എങ്ങനെ നല്ലൊരു ഡോക്ടറായിട്ട് ട്രീറ്റ് ചെയ്യണം, സിംഗിൾ മെഡിസിൻ എത്രത്തോളം നന്നായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അത് പക്ഷെ ഇതല്ലാണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഒരു പരിധി വരെ, എങ്ങനെ നമുക്ക് എത്രത്തോളം ഇതിൽ സക്സസ്ഫുൾ ആവാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ നമുക്ക് സൈക്കോസൊമാറ്റിക് ഡിസീസസിൽ ഹോമിയോപ്പതിക്ക് നല്ല രീതിയിൽ സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ സൈക്കോളജി മനസ്സിലാക്കി അയാളുടെ സ്വഭാവത്തെ വരെ നമുക്ക് മാറ്റാൻ പറ്റുന്ന അത്രയും വലിയൊരു സയൻസ് ആണ്. അപ്പം ഈ BHMS കഴിഞ്ഞിട്ട് MSc സൈക്കോളജി, ഇങ്ങനെ സൈക്കോളജി ഡിഗ്രീസ് വേറെ പഠിക്കാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതിന് പകരം നമ്മുടെ സിലബസോട് കൂടി തന്നെ സൈക്കോളജി കൂടി ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെ വർക്കും പ്ലസ് അതിന്റെ കൂടെ മെഡിസിൻസും കൂടി മിക്സ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇറ്റ് വുഡ് ബി ലിറ്ററലി ഒരു മിറാക്കിൾ ആയിരിക്കും. കാരണം ഒരു സൈക്കോളജിസ്റ്റിന് എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളെ കേട്ടിരിക്കാൻ അത്രയാണ് അവർക്ക് പറ്റത്തുള്ളൂ. അതിന്റെ കൂടെ നമ്മുടെ ഹോമിയോ മെഡിസിൻസും കൂടി കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് റിയലി ഗുഡ് റിസൾട്ട്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പൊ CBDC കരിക്കുലം എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ CBDC കരിക്കുലത്തിന്റെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, 2022 ബാച്ച് മുതൽ. അപ്പൊ അതിലിപ്പോ അവര് കോമ്പിറ്റൻസീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഓരോ ടെസ്റ്റ് പേപ്പർ ആയിട്ട് നടന്ന് ഓരോ ടോപ്പിക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ചൂസ് ചെയ്ത് ടെസ്റ്റ് പേപ്പേഴ്സ് പോലെ നടത്തുന്നുണ്ട്. ബട്ട് അത് എല്ലാ കോളേജസിലും എത്രത്തോളം കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ടെന്ന് ഉള്ള കാര്യം ഇപ്പോഴും ക്വസ്റ്റ്യനിലാണ്. ആക്ച്വലി സിലബസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം NCH ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് അത് അത്രത്തോളം നന്നായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പ്ലസ് നേരത്തെ ഞങ്ങൾക്ക് ഹോൾ ഇയറിൽ ആവറേജ് എക്സാംസ് ഉണ്ടായിരുന്നു. ബട്ട് ഈ കോമ്പിറ്റൻസീസ് ആഡ് ചെയ്തപ്പോൾ ആവറേജ് എക്സാംസ് എടുത്ത് മാറ്റി. സോ ലിറ്ററലി നമ്മൾ നേരെ ചെന്ന് യൂണിവേഴ്സിറ്റി എക്സാംസ് എഴുതുകയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായാണ് വന്നേക്കണേ. ആക്ച്വലി ഈ CBDC സിലബസ് സപ്പോസ് ടു മേക്ക് അവർ സിലബസ് ഈസിയർ, ബട്ട് ആക്ച്വലി ഞങ്ങൾക്ക് അതൊരു പണിയായിട്ടാണ് വന്നേക്കണേ. കാരണം ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടീച്ചേഴ്സിന് തന്നെ അറിയില്ല എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ കോമ്പിറ്റൻസീസ് നടത്തണം, എങ്ങനെ അത് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആക്കണം എന്നുള്ളത്. പിന്നെ ബാക്കി ഇപ്പം ആയുർവേദ അല്ലെങ്കിൽ MBBS സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് BHMS സ്റ്റുഡൻസിന് പോസ്റ്റിങ്സ് ഭയങ്കര ഡിലേഡ് ആണ് പോസ്റ്റിങ്സ് കിട്ടാൻ. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പോസ്റ്റിങ്, ഗൈനക് പോസ്റ്റിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ബിൽഡിങ്സ് കയറി ഇറങ്ങി നടക്കുകയാണ് ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണെങ്കിലും റെപ്രസെൻറ്റേറ്റീവ്സ് ആണെങ്കിലും. അപ്പോൾ അതിന് കുറച്ചും കൂടിയും നല്ല രീതിയിൽ ഇനീഷ്യേറ്റീവ്സ് നമ്മൾ എടുക്കണം എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം, റിസർച്ച് പേപ്പേഴ്സ് ഇപ്പൊ ബാക്കി കോളേജസിലെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഗവൺമെന്റ് കോളേജസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, റിസർച്ച് പേപ്പർ പ്രസന്റേഷൻ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നമുക്ക് എത്രത്തോളം നമുക്ക് സ്കോപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ട്രെയിനിങ് പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല. ഔട്ട്സൈഡ് കേരള കോളേജസ്, ഈ ഫാദർ മുള്ളേഴ്സ് അങ്ങനെയുള്ള കോളേജസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ നാഷണൽ സെമിനാർസ് പോലെയുള്ള ഇവന്റ്സിൽ അവിടുത്തെ സ്റ്റുഡൻസ് വന്ന് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഓക്കെ നമുക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊരു വിഷമം തോന്നിയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാറോൾ യൂണിവേഴ്സിറ്റിയിൽ അവർ പറയുണ്ടായി, അയ്യോബേത്തി കണ്ടതേ മനസ്സിലായതുകൊണ്ട് അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ഈ ഫസ്റ്റ് ഇയർ തൊട്ട് ഇത്തരം കാര്യം ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കായിരിക്കും അവർ കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. അതുപോലെ പ്രകാശ് റാവു സാറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിനകത്ത് നല്ല ഒരുപാട് കാര്യം, കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ, ഹോമിയോ തുടങ്ങിയ കാര്യവും, യശോദ ഹോസ്പിറ്റൽ, ഹൈദരാബാദിലെ കാര്യമൊക്കെ പറയുണ്ടായി. യൂട്യൂബിലുണ്ട്, കാണുന്നത് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വളരെ ഗുണം ചെയ്യും. അടുത്ത ഡോക്ടർ അശ്വിനി ദേവൻ. ഹലോ. കേൾക്കാം, പറയൂ. അപ്പോൾ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ മുമ്പ് പറയാൻ ഇരുന്ന 2 പോയിന്റ്സ് എനിക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട്. 2 പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പോഷർ എന്ന് പറയുന്നത്, അതിലുപരി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബാക്കിയൊരു സിസ്റ്റത്തിൽ, ഇപ്പോൾ ബാക്കിയുള്ള ഒരു സിസ്റ്റത്തിനെ പോലെ തന്നെയല്ല നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻ, ഈ വെറ്റിനറി ഹോമിയോപ്പതി എന്ന് പറഞ്ഞൊരു സംഭവം, അത് കുറച്ചും കൂടെ
എന്താ പറയുക, കോളേജസിൽ കുറച്ചും കൂടെ അതിന് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം തന്നെ കുറച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള അതിന് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. കാരണം വെറ്റിനറി ഹോമിയോപ്പതി എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിൻസ് കൊണ്ട് കുറച്ചും കൂടെ നല്ല ആക്ഷനും അതിനനുസരിച്ചുള്ള നല്ല റിസൾട്ട്സും വരുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ആ ഒരു സെഗ്മെന്റിലും ഇതുപോലെ തന്നെ മിക്ക കോളേജസിലും തന്നെ അതിനെപ്പറ്റി ധാരണയല്ല, അതിനെപ്പറ്റി വല്ല കാര്യമായിട്ട് ഇത് ചെയ്യുന്നില്ല. പിന്നെ നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞൊരു ഇതെന്ന് വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് കേസ് ടേക്കിംഗ് എടുക്കുമ്പോൾ അധികം ഇതെടുക്കുന്നത് വേണ്ടി വന്നൊരു കാര്യം നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു അഫോറിസം എനിക്ക് തോന്നുന്നു 99 അഫോർസിൽ തന്നെ പറയുന്നുണ്ട്. അത് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ തന്നെ നോക്കിയിട്ടുണ്ട്. ഹാനിമാൻ പറയുന്നുണ്ട്, the physician certainly requires to know everything in such cases എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് കേസസ്. അപ്പോൾ he has much less to incur എന്ന് വെച്ചാൽ അധികം incur ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി തന്നെ ഈ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ ഡീവിയേഷൻ ഫ്രം ഹെൽത്ത് എന്ന് പറയുന്നത്, ഈ ഡിസീസ് എന്ന് പറയുന്ന സംഭവം പേഷ്യന്റിന് ഇതിന് ഭയങ്കര ഫ്രഷും കാര്യങ്ങളാണ്. സോ അത് സ്പോണ്ടേനിയസ്ലി ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് അഫോഴ്സ് 99 തന്നെ പറയുന്നുണ്ട്. സോ അത് പറയുന്നുള്ളത് തന്നെ എന്താ പറയാ, ഹാനിമാൻ തന്നെ ആ സ്റ്റേറ്റ്മെന്റ്, ഹാനിമാന്റെ എന്താ പറയാ എക്സ്പെർട്ടൈസ് തന്നെ അഫോഴ്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, എല്ലാം ഈ ഡീറ്റെയിൽഡ് ആയിട്ട് അഫോറിസംസ് അല്ലെങ്കിൽ ഓർഗനോൺ വെച്ചിട്ടാണ് എല്ലാം നമ്മൾ കേസ് ടേക്കിങ്ങും എല്ലാം നോക്കുകയാണെങ്കിൽ ഈ അഫോറിസം തന്നെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതും ഒരു എന്താ പറയാ എനിക്ക് എടുത്ത് സൂചിപ്പിക്കാനാണ്. അല്ലാണ്ട് ഒരു ബേസിക് ഒരു എന്താ പറയാ അക്യൂട്ട് കേസസിന് ഒരുപാട് അല്ലെങ്കിൽ അക്യൂട്ട് കേസസിന് എല്ലാം തന്നെ നല്ലൊരു സമയം എടുക്കുന്നു, അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണെന്ന രീതിയിലല്ല. അത് ഹാനിമാൻ തന്നെ പറഞ്ഞൊരു സ്ഥിതിക്ക് നമ്മൾ അതെല്ലാ കാര്യവും ഫോളോ ചെയ്യേണ്ടതുകൊണ്ട് അത് ഞാനത് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഞാൻ ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഓൾസോ ഒരു കാര്യം കൂടെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു, എമർജൻസി കേസസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഒരു വിഭാഗം വരുമ്പോൾ നമ്മൾ എപ്പോഴും നോട്ട് ജസ്റ്റ് അക്യൂട്ട്, എമർജൻസി കേസസ് എന്ന് പറഞ്ഞ കാര്യം വരുമ്പോഴും നമുക്ക് കുറച്ചും കൂടെ എന്താ പറയാ ഒരു എക്സ്പോഷർ അവിടെ തന്നെ വരുന്നില്ല. കാരണം എമർജൻസി കേസ് വരുമ്പോൾ മിക്കപ്പോഴും ഞാൻ ശാരദകൃഷ്ണൻ തന്നെ കാണാനുള്ള മിക്കപ്പോഴും കേസസ് റെഫർ ചെയ്താണ് വിടുന്നത്. സോ അത് ചെയ്യാതെ എമർജൻസി കേസസ് നമുക്ക് അപ്പൊ തന്നെ എടുക്കാനുള്ള ഒരു എന്താ പറയുക ധൈര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അസഫിനോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിനകത്ത് ഈ എമർജൻസി മെഡിസിൻ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്, റഷ്യയിലുണ്ട്. അപ്പൊ അവരെ ഇതിലോട്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമം നടന്നില്ല. ഒരു ഗൈഡൻസ് കിട്ടിയാണ് തീർച്ചയായിട്ടും കോളേജിലൂടെ മിനി ICU ഒക്കെ ഉണ്ട്. അദ്ദേഹം ഡോക്ടർ നേതൃത്വത്തിൽ നല്ലൊരു കാര്യങ്ങൾ വന്നു. പക്ഷെ നമുക്കൊരു ചെറിയൊരു ഹെൽപ്പ് കിട്ടാതെ പോയത് കൊണ്ട് മാത്രമാണ് അവിടെ ഫെയിൽഡ് ആയിപ്പോയത്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ക്ലിനിക്കൽ പോസ്റ്റും ഡിലേഡ് ആകുന്നു. അപ്പൊ അവിടെ ഈ പാരന്റ് ടീച്ചർ അസോസിയേഷൻ എല്ലാം നല്ല സ്വാധീനമുള്ള ആൾക്കാരായിരിക്കും. അവർ രംഗത്തിറങ്ങണം. അവരും കൂടെ കുട്ടികളെ സഹായിക്കാനുണ്ടെങ്കിൽ അധ്യാപകർ അവരുടെ സഹായം തേടുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത റോയ് തോമസിലേക്ക് പോവാം. റോയ്, അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ സാർ. സാർ പിന്നെ ഞാൻ നേരത്തെ ഈ നമ്മള് ഈ റോങ് റെമഡിന്ന് ഞാൻ അതെന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ തെറ്റാണ്. റോങ് റെമഡി ഒരുപാട് കഴിച്ചാല് പ്രൂവിങ് സിംറ്റംസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് റോങ് മെഡിസിൻ കഴിച്ചാല്, ഹോമിയോപ്പതി റോങ് മെഡിസിൻ കഴിച്ചാല് പ്രൂവിങ് സിംറ്റംസ് ഉണ്ടാവുന്നതാണ്. സാർ പിന്നെ ഈ ഇപ്പൊ ഈ ഓരോ പ്ലാന്റിന്റെ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പൊ നക്സോമിക്കിന്റെ ചില കണ്ടന്റ് ഉണ്ട്, അത് കാരണമാണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് അങ്ങനെ പറഞ്ഞാലും, അല്ലെങ്കിൽ പൾസാറ്റിലയുടെ ചേഞ്ച്, കാറ്റ് വന്നാൽ ഇങ്ങനെ ആടുന്ന ആ ചേഞ്ചബിലിറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെ ആടുന്ന ആ നേച്ചർ കൊണ്ടാണ് ചേഞ്ചബിലിറ്റിനെ ക്യൂർ ചെയ്യുന്നത് അങ്ങനെ പഠിക്കുന്നതും. അതിപ്പോ ട്രാക്ക് മാറി ചിന്തിക്കാനോ അതിനു വേണ്ടിയല്ല, നമുക്ക് സ്റ്റുഡൻസിന് തന്നെ കുറച്ചും കൂടി ഒരു ഗ്രാഹ്യം വരാൻ വേണ്ടി മാത്രമല്ല, അത് വേറെ നമ്മുടെ ട്രാക്ക് പറയും നമ്മുടെ സയന്റിഫിസിറ്റി മാറി ചിന്തിക്കാനല്ല, നമുക്കത് മെമ്മറൈസ് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കേസ് ടേക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ മെയിനായിട്ട് ആൾക്കാർക്ക് കുറച്ച് പേഷ്യൻസ് കുറവാണ്. അപ്പോ നമുക്ക് കഴിയുന്നതും എത്ര പെട്ടെന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിവ് ഡോക്ടർമാര് ഉണ്ടാക്കിയാല് അത്രയും നല്ലത്. അപ്പോ പേഷ്യൻസിന് ഇറിറ്റേഷൻ വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഈ രോഗികൾക്ക് മറ്റേ പേഷ്യൻസ് കുറവായതുകൊണ്ടാണ് നമുക്ക് ഈ കേസ് ടേക്കിംഗ് കുറച്ച് നല്ലതായിരിക്കും പറയുന്നത്.
പിന്നെ സാറ് പറഞ്ഞു ഇപ്പോ ഈ സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് വരുത്താനായിട്ട് അത്രയും ക്വാളിഫിക്കേഷൻസ് ഇല്ലാന്ന്. പക്ഷെ ക്വാളിഫിക്കേഷൻസ് ഇല്ലെങ്കിൽ കൂടിയും ഞാൻ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴോ പല ഡോക്ടർമാരുടെ ബോർഡിൽ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ ആൾക്കാര് സ്പെഷ്യലൈസ് ഇൻ ഇൻഫെർട്ടിലിറ്റി, സ്പെഷ്യലൈസ് ഇൻ ഇത്, അങ്ങനെ പലരും എഴുതുന്നുണ്ട്. BHMS പഠിച്ചവർ മാത്രവും സ്പെഷ്യലൈസ് ഇൻ അലർജി, സ്പെഷ്യലൈസ് ഇൻ ഇൻഫെർട്ടിലിറ്റി എന്നൊക്കെ എഴുതുന്നുണ്ട്. പിന്നെ സർ, പിന്നെ ഞാൻ കേസ് ടേക്കിങ്ങിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ മെന്റൽ സിംറ്റംസ് സൂപ്പർഫിഷ്യലി നോട്ടഡ് ആണ്. അത് ഫിസിക്കൽ സിംറ്റംസ് തന്നെയാണ് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം ആദ്യം തന്നെ പേഷ്യൻസ് നമ്മുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവൂല, അത് ശരിയാണ്. ഫിസിക്കൽസ് കൺസിഡർ ചെയ്തിട്ട്, പക്ഷെ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ കോളേജിലെ ലൈഫ് സ്പേസ് ഒക്കെ ഉണ്ട്, അപ്പോൾ ആ ലൈഫ് സ്പേസിൽ അധികം നമ്മൾ ഫോക്കസ് ചെയ്യില്ല. പിന്നെ ഫോളോ അപ്പ് ആയാലും ഇപ്പോൾ ഫോളോ അപ്പിലെങ്കിലും നമ്മൾ മെന്റൽ സിംറ്റംസ് കുറച്ചുകൂടി കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോളോ അപ്പിലായാലും നമ്മൾ ഫിസിക്കൽ സിംറ്റംസ് മാത്രമേ കോളേജിൽ കേസ് റെക്കോർഡ്സിലൊക്കെ ഫിസിക്കൽ സിംറ്റംസ് എന്തായി അതിന് ഫോളോ അപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. മെന്റൽസിൽ അധികം ഒന്നും പോകാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ്ട് പ്രോഗ്രാം വൈൻഡപ്പ് സമയം വരുന്നു. സൗവർണികയിലേക്ക് പോയിട്ട് ചന്ദ്രമ ഡോക്ടറിലേക്ക് വരാം. ചന്ദ്രമ ഡോക്ടർ റെഡി ആയിരിക്കണേ. സൗവർണിക, കൺക്ലൂഷൻ എന്താ പറയുന്നത്? സൗവർണിക ലീവ് ചെയ്തോ? ഓക്കെ, ഇല്ല. അപ്പൊ ചന്ദ്രമതി ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ചെയ്യാം സാറേ. കേൾക്കാമോ? കേൾക്കാം, തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും അശ്വിനി ദേവൻ പറഞ്ഞത് അക്യൂട്ട് എമർജൻസി മാനേജ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെവറൽ ഇയേഴ്സ് ഓഫ് ആർഡന്റ് സ്റ്റഡി ഓഫ് മെറ്റീരിയ മെഡിക്കൽ, അങ്ങനെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് അക്യൂട്ട് എമർജൻസി ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ മെറ്റീരിയ മെഡിക്കയിലും ഓരോ വാക്കുകളും വരികളും പ്രത്യേകം എടുത്ത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു തലത്തിലെത്താൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഇതിലൊരു നല്ല നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ ഒരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ത്യാഗത്തിലൂടെ, സുരഭിലമായ സ്നേഹത്തിലൂടെ, സേവനത്തിലൂടെ, ഔന്നത്യമുള്ള കരുണയിലൂടെ, അങ്ങനെ വേണം നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓരോ അലോപ്പതി ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നതിന് ശേഷം ആ കേസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ പേഷ്യന്റ് പറയുന്നത്, ഡോക്ടറുടെ അടുത്ത് വന്നപ്പോൾ കിട്ടിയ ആശ്വാസം, ഞങ്ങളുടെ ഡോക്ടർ മെഡിസിൻ തരുന്നതിന് മുമ്പ് തന്നെ പകുതി രോഗം മാറിയെന്നാ പറയുന്നത്. അപ്പൊ അത്രയും നല്ല സിമ്പിളായിട്ട് നമ്മൾ രോഗികളോട് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവരിൽ നിന്ന് ആ ഒരു മെന്റൽ സിംറ്റംസ് എലിസിറ്റ് ചെയ്യാനും, ബാക്കി ഫിസിക്കൽ സിംറ്റംസ് ആണെങ്കിലും ഓരോ ഡിസീസ് വരുമ്പോൾ ആ ഡിസീസ് ആ സിംറ്റം മാത്രമേ അവർ പറയത്തുള്ളൂ, അവരുടെ മറ്റുള്ള കാര്യങ്ങളൊന്നും പറയില്ല. അപ്പം നമ്മൾ അവരെ അത് പറയിപ്പിക്കാനുള്ള ഒരു അപ്രോച്ച് നമ്മൾ കൊടുക്കണമെന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ആരും വിഷമിക്കേണ്ട, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു അഭിമാനമാണ്. അതിപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും അനുഭവം കൊണ്ട് അത് കിട്ടിയ കാര്യമാണ്. അതുകൊണ്ട് പങ്കെടുത്ത കുട്ടികൾ ആരും വിഷമിക്കേണ്ട, നിങ്ങൾക്കെല്ലാം നല്ല നിലയിൽ തന്നെ എത്താൻ സാധിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഓക്കെ, നന്ദി. ഹനുമാൻ പറഞ്ഞിട്ടുള്ള ഓണറബിൾ ടൈറ്റിൽ ഓഫ് എ ജെന്യൂൻ ഹോമിയോപ്പത്തിസ്റ്റ് എന്ന വാക്കാണ് അദ്ദേഹം, ഓണറബിൾ ടൈറ്റിൽ. അപ്പൊ അതിനെല്ലാവരും അർഹരാകേണ്ടതുണ്ട്, അതിനായിട്ട് പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ 1700 ദിവസമായിട്ട് ദിവസവും 7:30 മുതൽ 8:30, നിങ്ങൾക്കെല്ലാം ഹിന്ദി മനസ്സിലാകും, ഹിന്ദി കാണാം. 8:30, 9:00 ഇംഗ്ലീഷാണ്, 9:30, 10:30 മലയാളം. പ്രഗത്ഭരായ ആൾക്കാർ 5 വർഷമായിട്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദയവായിട്ട് നിങ്ങൾ കാണാൻ സമയം കണ്ടെത്തുക. നേരത്തെ പറഞ്ഞ വിൽ നോട്ട് പ്ലൈൻഡ് യുവർ മൗത്ത് ലൈക്ക് റോസ്റ്റഡ് പീജിയൻസ്. അതുകൊണ്ട് പഠിക്കുക, ഹാർഡ് വർക്ക് മാത്രമാണ് എല്ലാത്തിനും പരിഹാരം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ജാൻ മണിത്തോട്ടം, അശ്വിനി ദേവൻ, റോയ് തോമസ്, സൗവർണിക, അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത ഡോക്ടർ ദിനിഷ മുരളി, രക്ഷകർത്താക്കളായ ഡോക്ടർ ദേവൻ, ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം, ഭദ്രമ ഡോക്ടർ, ചന്ദ്രമ ഡോക്ടർ, അങ്ങനെ എല്ലാവർക്കും IFPHന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പ്രോഗ്രാം വീണ്ടും തുടരുന്നതാണ്. അടുത്ത താമസിയാതെ മറ്റ് കോളേജ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കുക. മാത്രമല്ല, നമ്മുടെ 5ാം വാർഷികത്തിൽ രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ധാരാളം പേർ ഇനിയും ഉണ്ട്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക, പരിപാടി വിജയകരമാക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം ഓർമ്മിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.